ഷഹർബാൻ ഖാൻ 23 വയസ്സുള്ള പെൺകുട്ടി. ഷഹർബാൻ്റെ ഫാമിലി ഇറാഖിൽ നിന്ന് ജർമ്മനിയിലേക്ക് റീസെൻ്റ്ലി ഷിഫ്റ്റ് ചെയ്തതായിരുന്നു. പക്ഷേ ഷഹർബാന് ഫാമിലിയായിട്ട് അത്ര നല്ല ടേംസിലായിരുന്നില്ല. കാരണം ഫാമിലി മെമ്പേഴ്സ് അവളെ മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യുമായിരുന്നു. അവളെ ഒന്നിനും തനിയെ വിടില്ല. അഥവാ തനിയെ പുറത്തേക്ക് വിട്ടാൽ തന്നെ എപ്പോൾ പോയി, ആരുടെ കൂടെ പോയി, എന്തിന്, എങ്ങനെ, എല്ലാ ചോദ്യവും ഉണ്ടാവും. എന്നും അവളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. അവളുടെ ഇഷ്ടത്തിനായിരുന്നില്ല പഠിക്കാൻ പോലും സബ്ജക്ട്സ് ചൂസ് ചെയ്തിരുന്നത്. അവളുടെ പാരൻസിന് അവളെ ബിസിനസ് പഠിപ്പിക്കാനായിരുന്നു ആഗ്രഹം. പക്ഷേ അവൾക്ക് മേക്കപ്പ്, ബ്യൂട്ടി ബ്ലോഗിങ് ഇതൊക്കെയായിരുന്നു ഇഷ്ടം. അങ്ങനെ ഷഹർബാൻ അവളുടെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് ഒരു ദിവസം വീട് വിട്ടിറങ്ങി. മുന്നേ തന്നെ അവൾ ബ്യൂട്ടി ബ്ലോഗിങ് ചെയ്തു തുടങ്ങിയിരുന്നു. വീഡിയോ ആണെങ്കിലും ബ്ലോഗ് ആണെങ്കിലും ആളുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇൻസ്റ്റഗ്രാമിൽ പുതിയ ബ്രാൻഡ്സ് ഐറ്റമൊക്കെ അവൾക്ക് സെയിൽ ചെയ്യാൻ പറ്റി. അവൾ സ്വന്തമായിട്ട് ബ്യൂട്ടി ആൻഡ് മേക്കപ്പ് ഐറ്റംസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അത് ഇൻസ്റ്റഗ്രാമിൽ ആളുകളിൽ എത്തിച്ചിട്ട് സെൽ ചെയ്യാമെന്നൊക്കെയാണ് ആദ്യം കരുതിയത്. കാരണം അവൾക്ക് ധാരാളം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്താണ് ടിക്ടോക്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. അതുവഴിയും ധാരാളം ഫോളോവേഴ്സിനെ അവൾക്ക് കിട്ടി. അങ്ങനെയും ധാരാളം ബ്യൂട്ടി പ്രൊഡക്ട്സ് സെയിൽ ചെയ്യാനായിട്ട് സാധിച്ചു. ചെറിയ സമയം കൊണ്ട് തന്നെ ഷഹർബാൻ ഖാന്റെ വീഡിയോസ് എല്ലാം വൈറലായി. അങ്ങനെ ടിക്ടോക്കിൽ നിന്ന് ഒരാൾ സ്ഥിരമായിട്ട് ഷഹർബാൻ ഖാനുമായിട്ട് ചാറ്റ് ചെയ്യുമായിരുന്നു. ആ റിലേഷൻ പിന്നീട് പ്രണയമായി. അത് മാരേജിലെത്തി. ജർമ്മനിയിലെ മ്യൂണിക്കിലായിരുന്നു അയാൾ താമസിച്ചിരുന്നത്. അങ്ങനെ പിന്നീടുള്ള ലൈഫ് അവർ മ്യൂണിക്കിൽ ഒന്നിച്ച് ജീവിച്ചു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞ് അവർ തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങി. ആ റിലേഷൻ ബ്രേക്ക് ചെയ്ത് ഷഹർബാൻ ഖാൻ പിന്നീട് ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങി. ഫാമിലിയുടെ സമ്മതമില്ലാതെ ഒരാളെ മാരി ചെയ്ത് ഡൈവോഴ്സ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പാരൻസ് അവളെ വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഇൻഫാക്ട് ഷഹർബാൻ ഖാനെ പാരൻസ് ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല എന്ന് പറയാം. ഫാമിലി സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ടൂൾസ് മാത്രമായിരുന്നു അവർക്ക് മക്കൾ. മക്കളുടെ ഇഷ്ടങ്ങളും ഡ്രീംസും ഒന്നും പാരൻസ് കൺസിഡർ ചെയ്തേയിരുന്നില്ല. അങ്ങനെ കുറ്റപ്പെടുത്തലൊക്കെ ആയിട്ട് കുറച്ച് നാൾ കടന്നുപോയി. ഷഹർബാൻ ഖാൻ ഷാക്കിർ എന്നൊരാളെ പരിചയപ്പെട്ടു. ഷഹർബാനെ നല്ല പോലെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളായിരുന്നു ഷാക്കിർ. അവളുടെ ഓൺലൈൻ കരിയർ, സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ഷാക്കിറിന് ഇഷ്ടവുമായിരുന്നു. അവർ ഒരുമിച്ച് താമസം തുടങ്ങി. ഈ കാര്യങ്ങളൊന്നും ഷഹർബാൻ ഖാൻ ഫാമിലിയെ അറിയിച്ചിരുന്നില്ല. പക്ഷേ എന്നും പാരൻസ് ഷഹർബാൻ ഖാനെ കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ. അങ്ങനെ 2022 ഓഗസ്റ്റ് മാസത്തിൽ ഷഹർബാൻ ഖാൻ ഫാമിലിയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു അവൾ മ്യൂണിക്കിലേക്ക് പോകുന്നു എക്സ് ഹസ്ബൻഡിനെ കാണാനായിട്ട്. ആളെ കണ്ടു കഴിഞ്ഞ് ഉടനെ തന്നെ വീട്ടിലേക്ക് വരാമെന്ന്. അതായിരുന്നു ഷഹർബാൻ്റെ അവസാനത്തെ കോൾ. അതിനുശേഷം ഷഹർബാൻ ഖാൻ ഫാമിലിയെ വിളിച്ചിട്ടില്ല. ആക്ച്വലി ഷഹർബാൻ തൻ്റെ ഫാമിലിയായിട്ട് നല്ല ടേംസിലായിരുന്നില്ല. പക്ഷേ അവൾ ഫാമിലിയെ കോണ്ടാക്ട് ചെയ്യാറുണ്ടായിരുന്നു. അവളുടെ കാര്യങ്ങൾ ഫാമിലിയെ അറിയിക്കാറുണ്ടായിരുന്നു. അങ്ങനെ കുറേ നാൾ ഷഹർബാൻ്റെ കോൾ ഇല്ലാതായപ്പോൾ ഫാമിലി അവളെ അന്വേഷിച്ചിറങ്ങി. അങ്ങനെ അവളുടെ വണ്ടി ദനൂബ് നദിക്കരയിൽ കണ്ടെത്തി. മ്യൂണിക്കിൽ നിന്ന് 8 മണിക്കൂർ യാത്ര ചെയ്താലാണ് ദനൂബ് റിവറിലേക്ക് എത്തുന്നത്. ആ വണ്ടി ഓപ്പൺ ചെയ്തപ്പോൾ അതിനകത്ത് ഷഹർബാൻ്റെ ഡെഡ് ബോഡിയാണ് കണ്ടത്. ഒറ്റ നോട്ടത്തിൽ അത് കൊലപാതകമാണെന്ന് മനസ്സിലാവും. കാരണം ശരീരം മൊത്തം കുത്തുകൊണ്ട പാടുകളുണ്ട്. മുഖം തിരിച്ചറിയാതിരിക്കാൻ പാകത്തിൽ അത്ര വികൃതമാക്കിയിരുന്നു. അവരുടനെ പോലീസിനെ അറിയിച്ചു. പക്ഷേ ഷഹർബാൻ്റെ ബോഡി കാണാൻ പിന്നീട് വീട്ടിൽ നിന്ന് ആരും വന്നില്ല. അവർക്കാർക്കും ഷഹർബാൻ്റെ മുഖം പോലും തിരിച്ചറിയാൻ പാകത്തിലുണ്ടായിരുന്ന ആ ബോഡി കാണാൻ താല്പര്യമില്ലായിരുന്നു. ഷഹർബാൻ്റെ മരണം ഒരു കൊലപാതകമായതുകൊണ്ട് തന്നെ പോലീസ് ബോഡി ഓട്ടോപ്സിക്ക് അയച്ചു. കരിയറിൻ്റെ പീക്കിലിരിക്കെ ആ സെലിബ്രിറ്റി മരണപ്പെട്ടു. പാരൻസിന് മകളെ നഷ്ടപ്പെട്ടു. പോലീസിന് സംശയം ഷഹർബാൻ്റെ എക്സ് ഹസ്ബൻഡിനെ തന്നെയായിരുന്നു. കാരണം അയാളെ കാണണമെന്ന് പറഞ്ഞാണ് ഷഹർബാൻ പോയത്. പക്ഷേ ഓട്ടോപ്സി റിപ്പോർട്ട് ഞെട്ടിക്കുന്നതായിരുന്നു. അതിൽ പറയുന്നത് മരിച്ചത് ഷഹർബാനല്ല. അതായത് ഷഹർബാൻ്റെ വണ്ടിയിൽ കണ്ട ബോഡി അവളുടേതല്ല. ആ ബോഡി ആരുടേതായിരിക്കും? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മൈ നെയിം ഈസ് ജൂൺ. വെൽക്കം ടു ദ സ്റ്റോറി. പോലീസും ഈ ഫോറൻസിക് ടീമും ധാരാളം ടെസ്റ്റുകൾ നടത്തി. ഫൈനലി ആ ബോഡി ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞു. ആ സമയത്ത് മിസ്സിംഗ് ആയ ഖദീജ എന്ന പെൺകുട്ടിയുടേതായിരുന്നു. ഖദീജയുടെ വീട് ഷഹർബാൻ്റെ വീട്ടിൽ നിന്നും വെറും 100 മൈൽ ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതേ സമയം പോലീസ് ഷഹർബാനെയും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് പോലീസ് ഒരു CCTV ഫൂട്ടേജസ് ശ്രദ്ധിക്കുന്നത്. അതിൽ നിന്ന് ഷഹർബാൻ്റെ ഫൂട്ടേജസ് കിട്ടുന്നു. ഒരു പിസ്സ ഷോപ്പിൽ നിന്നും ഷഹർബാൻ പിസ്സ ഓർഡർ ചെയ്യുന്നു. ഷഹർബാന്റെ വീടിനടുത്തുള്ള പിസ്സ ഷോപ്പിൽ നിന്നാണ് പിസ്സ ഓർഡർ ചെയ്തത്.
ഈ സമയത്തൊക്കെ പാരൻസ് മകള് മരിച്ച സങ്കടത്തിൽ നിൽക്കുമ്പോൾ അവള് ആ നാട്ടിൽ തന്നെ അവരുടെ ചുറ്റുവട്ടത്തൊക്കെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. എന്താണ് ഷർബാനും ഖദീജയും തമ്മിലുള്ള ബന്ധം? എങ്ങനെയാണ് ഖദീജയുടെ ബോഡി ഷർബാന്റെ കാറിലെത്തിയത്? ആരാണ് ഖദീജയെ കൊന്നത്? കഥയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുപോലുള്ള ത്രില്ലർ, മിസ്റ്ററി ആൻഡ് ഗോസ്റ്റ് ടൈപ്പ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുമാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. പോലീസ് ഏതായാലും ഷർബാനെ അറസ്റ്റ് ചെയ്തു, കൂട്ടത്തിലെ ബോയ് ഫ്രണ്ട് ഷാക്കിറിനെയും. ജർമ്മൻ പോലീസിന് തന്നെ ഞെട്ടിക്കുന്ന ഒരു കഥയായിരുന്നു അവര് പറഞ്ഞത്. ഷർബാന്റെ കാര്യത്തില് അവളുടെ ഫാമിലി വല്ലാണ്ട് ഇടപെടുന്നുണ്ട്. പാരൻസ് ആയിട്ട് മാറി നിൽക്കുന്നുണ്ടെങ്കിലും കൺട്രോളിംഗ് ആണ് എന്നും. സോ ഷർബാൻ മരിച്ചു എന്ന് പാരൻസിനെ അറിയിച്ച അവർ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഈ കൺട്രോളിങ് ഇനിയുണ്ടാവില്ല, സുഖമായിട്ട് ജീവിക്കാനും പറ്റും. അവരുടെ കണ്ണില് ഷർബാൻ മരിച്ചതാണെന്ന് അറിയണം. അതിനായിട്ട് ഏത് ലിമിറ്റ് ക്രോസ് ചെയ്യാനും അവൾ റെഡിയായിരുന്നു. അവൾ ഈ കാര്യം ഷാക്കിറിനോട് പറഞ്ഞു. ഷാക്കിറിനും അത് ഇഷ്ടമായി. പാരൻസിന്റെ മുന്നിൽ മരിച്ചു എന്ന് കൺവിൻസ് ആയാൽ ഷാക്കിറിന്റെയും ഷർബാന്റെയും മാരേജ് നടക്കും. ഇപ്പോൾ മാരേജിന് തടസ്സമായിട്ടുള്ളത് പാരൻസ് മാത്രമാണ്. ഈ സമയത്തൊക്കെ ഷർബാൻ ഇന്റർനെറ്റില് ഷർബാന്റെ തന്നെ ഫേസ് ടോൺ പോലെയുള്ള ഒരാളെ തിരഞ്ഞു. ഇൻസ്റ്റഗ്രാം ഫേക്ക് അക്കൗണ്ടിൽ നിന്നും പലർക്കും മെസ്സേജ് അയച്ചു. ടോപ്പ് ഡീൽസും ഫേക്ക് ഓഫേഴ്സുമായിരുന്നു മെസ്സേജ്. അതിലൊരാളായിരുന്നു ഖദീജ. ഖദീജയ്ക്ക് ഷർബാന്റെ ഹൈറ്റ്, ഫേസ് ആൻഡ് സ്കിൻ ടോൺ ഒക്കെ ആയിട്ട് ഒരേപോലെയാണ്. മാത്രമല്ല ഖദീജ ടിക്ടോക്കിലും ഇൻസ്റ്റഗ്രാമിലും ആക്റ്റീവായിരുന്നു. അത്യാവശ്യം ഫോളോവേഴ്സും ഉണ്ട്. ഫേമസ് ജർമ്മൻ റാപ്പർ ലൂണിന്റെ മാനേജർ എന്ന ഫേക്ക് അക്കൗണ്ടിൽ നിന്നും ഖദീജയ്ക്ക് ഷർബാൻ ഒരു മെസ്സേജ് അയക്കുന്നു. ഒരു മ്യൂസിക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ള ബോഡി സ്ട്രക്ചറുള്ള ആളുകളെ തേടുന്നുണ്ട്, ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കോൺടാക്ട് ചെയ്യുമെന്ന്. ഖദീജ മെസ്സേജ് കിട്ടി എക്സൈറ്റഡ് ആയി. അവൾ ഈ ഓഫർ ആക്സെപ്റ്റ് ചെയ്തു. റിപ്ലൈ ആയിട്ട് ഷർബാൻ ഓഫർ ചെയ്തത് ധാരാളം പണമായിരുന്നു. പക്ഷേ ഇത് കണ്ടപ്പോൾ ഖദീജയ്ക്ക് സംശയമായി. ഖദീജയുടെ സംശയം എന്നത് റാപ്പർ ലൂൺ വലിയൊരു ബ്രാൻഡിൻ്റെ ആളാണ്. പക്ഷേ ഈ ബ്രാൻഡ് ഒരിക്കലും ന്യൂ കമേഴ്സായ ഒരാൾക്ക് ഇത്രയും വലിയ എമൗണ്ട് ഓഫർ ചെയ്യില്ല. സോ ഖദീജ ലൂണിനെ ഡയറക്റ്റ് മെസ്സേജ് അയച്ചു. ഞാൻ നിങ്ങളുടെ ഒരു വലിയ ഫാനാണ്. നിങ്ങളുടെ നെക്സ്റ്റ് മ്യൂസിക് വീഡിയോയിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഓഫർ ഇത്തിരി സ്ട്രേഞ്ച് ആണ്. അത് റിയൽ ആണോ എന്ന് റിപ്ലൈ തരുമോ എന്ന്. ജർമ്മനിയിലെ ഫേമസ് റാപ്പറാണ് ലൂൺ. അവർക്ക് ഡെയിലി ധാരാളം മെസ്സേജസ് വരാറുണ്ട്. പക്ഷേ ഖദീജയുടെ മെസ്സേജിന് ലൂൺ റിപ്ലൈ അയച്ചു അത് ഒരു ഫേക്ക് ഓഫറാണെന്ന്. അങ്ങനെ ലൂണിൻ്റെ ആ മെസ്സേജ് കിട്ടിയ പാടെ തന്നെ ഈ ലൂണിൻ്റെ മാനേജർ എന്ന ഫേക്ക് അക്കൗണ്ട് അതിലേക്ക് മെസ്സേജ് അയക്കുന്നത് സ്റ്റോപ്പ് ചെയ്തു. ഷർബാന് മനസ്സിലായി ഖദീജയ്ക്ക് ഇത് ഫേക്ക് ഓഫറാണെന്ന് മനസ്സിലായെന്ന്. അടുത്തത് അവൾ മറ്റൊരു ഫേക്ക് ഐഡിയിൽ നിന്ന് ഫ്രീ കോസ്മെറ്റിക്സ് പ്രൊഡക്ട്സ് തരാമെന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് ഇട്ടു. അതിന് പകരമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യണമെന്നും പറഞ്ഞു. ഖദീജ ഈ ഓഫർ സ്വീകരിച്ചു. അങ്ങനെ അവർ മീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. മീറ്റ് ചെയ്യുന്ന ദിവസം എത്തി. ഷർബാന്റെ കൂടെ ഷാക്കിറും ഉണ്ടായിരുന്നു. ഈ ബ്യൂട്ടി പ്രൊഡക്ട്സൊക്കെ ഖദീജ വാങ്ങി. എന്നിട്ട് ഖദീജയോട് ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്തു. ഖദീജ ഓക്കെ പറഞ്ഞു. ഈ ഷർബാന്റെയും ഷാക്കിറിന്റെയും കാറിൽ കയറി അവർ മറ്റൊരു സ്ഥലത്ത് പോയി. ഫോട്ടോഷൂട്ട് കഴിഞ്ഞ ശേഷം ഖദീജയെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ഖദീജ ഇവരുമായിട്ട് നല്ല കൂട്ടായി. അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു ഡെസേർട്ട് ഏരിയയിൽ വെച്ച് ഖദീജയെ ഷർബാനും ഷാക്കിറും ആക്രമിച്ചു. കത്തിയെടുത്ത് അവളെ കുത്തി. അവളുടെ ബോഡി കുത്തി കുത്തി വികൃതമാക്കി. കൂടാതെ ഖദീജ മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷം ഷർബാൻ അവളുടെ ഡ്രസ്സ് ഖദീജയെ ഇടിപ്പിച്ചു. എന്നിട്ട് ഖദീജയുടെ വണ്ടിയിൽ തന്നെ ഉപേക്ഷിച്ചു പോയി. അങ്ങനെയാണ് ഷർബാന്റെ കാർ തിരിച്ചറിഞ്ഞ പാരൻസ് അതിനകത്തെ ബോഡിയും ഷർബാന്റേതാണെന്ന് കൺഫേം ചെയ്തു. പക്ഷേ ഓട്ടോപ്സി റിപ്പോർട്ടിൽ മരിച്ചത് ഷർബാനല്ല എന്ന് തെളിഞ്ഞു. ഈ കേസിൽ പോലീസ് ആദ്യം ചെയ്തത് മരിച്ചത് ഷർബാനല്ല എന്ന് മീഡിയാസിനെ അറിയിച്ചില്ല. അങ്ങനെ അറിയിച്ചിരുന്നെങ്കിൽ ഈ ന്യൂസ് മീഡിയാസ് വഴി ഷർബാൻ ഖാനും അറിയുമായിരുന്നു. പോലീസും പാരൻസും മരിച്ചത് അവളാണെന്ന് കൺഫേം ചെയ്തു എന്ന് ഷർബാൻ വിശ്വസിച്ചു. ആ ഓവർ കോൺഫിഡൻസ് കാരണമാണ് ഷർബാൻ ഒരു മാസ്ക് പോലും ഇല്ലാതെ ചുറ്റി നടന്നത്. ഈ ഓട്ടോപ്സി റിപ്പോർട്ട് വരുന്നതിന് മുൻപ് പോലീസ് സെർച്ച് ചെയ്തതും അറസ്റ്റ് ചെയ്തതും ഷർബാന്റെ ഫസ്റ്റ് ഹസ്ബൻഡിനെയായിരുന്നു. ഓട്ടോപ്സി റിപ്പോർട്ട് വന്ന ഉടനെ തന്നെ CCTV ഫൂട്ടേജസിൽ ഷർബാന്റെ ഫൂട്ടേജസ് പതിഞ്ഞത് പോലീസുകാർക്ക് ഷർബാനെ പെട്ടെന്ന് കണ്ടുപിടിക്കാനായി. ഖദീജ അവളുടെ ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കുകയായിരുന്നു. ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ പരിശ്രമിച്ചിരുന്നവൾ. ഷർബാൻ തൻ്റെ ഡ്രീംസ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഖദീജയെ കൊന്നു.
സത്യത്തിൽ ഷർബാൻ ഇതുപോലെ ചെയ്യാൻ കാരണം അവളുടെ ഫാമിലി മാത്രമായിരുന്നു. ഷർബാൻ പറയുന്നു ഫാമിലി ഫ്രീഡം കൊടുക്കുന്നില്ല എന്ന്. പക്ഷെ വളർത്തി വലുതാക്കിയ മകളെ അവരുടെ ഇഷ്ടത്തിന് പാരൻസിന് വിടാൻ പറ്റുമോ? ചിന്തിക്കേണ്ടിയിരിക്കുന്നു.